ബംഗാളിൽ ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ പിന്നെ ജനങ്ങളുടെ ഭക്ഷണപാത്രത്തിൽ മീനും മുട്ടയൊന്നും കാണില്ല. കേൾക്കുമ്പോൾ ഒരു ചെറിയ തമാശയായി തോന്നാമെങ്കിലും ഇത് വെറുമൊരു ആരോപണമല്ല. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണിത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത് ചൂടേറിയ ഒരു ഭക്ഷണ പോരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പുരുളിയയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലാണ് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ കൂടിയായിട്ടുള്ള മമത ഈ വലിയ പ്രസ്താവന നടത്തിയത്. പ്രധാന പ്രതിപക്ഷമായ ബി.ജെ.പിക്കെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആരും മത്സ്യം കഴിക്കാറില്ലെന്നും അവർ അധികാരത്തിൽ വന്നാൽ ബംഗാളികളോട് മാംസവും മുട്ടയും കഴിക്കുന്നത് നിർത്താൻ പറയുമെന്നുമാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. ബി.ജെ.പി. ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഏകപക്ഷീയമായ നിലപാടുകളുള്ള പാർട്ടിയാണെന്നും ഉള്ള ഒരു ഗുരുതരമായ ആരോപണവും ഈ റാലിയിൽ മമത ഉന്നയിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിൽ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഈ രാഷ്ട്രീയ ആക്രമണം ഒതുങ്ങിയത് കലാപങ്ങൾ ഉണ്ടാക്കിയും ആളുകളെ കൊലപ്പെടുത്തിയുമാണ് ബി.ജെ.പി. അധികാരത്തിൽ വരുന്നതെന്നുള്ള ഒരു കടുത്ത ആരോപണം കൂടി മമത ഉന്നയിച്ചിട്ടുണ്ട്. രാജ്യത്ത് സ്ത്രീകളും ആദിവാസികളും ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ ബംഗാളി സംസാരിക്കുന്നവർ വലിയ തോതിൽ അടിച്ചമർത്തപ്പെടുന്നുണ്ടെന്നുമൊക്കെ മമത കൂട്ടിച്ചേർത്തു. റാണിഗഞ്ചിൽ നടന്ന മറ്റൊരു റാലിയിൽ ബംഗാളിൽ തുടർച്ചയായി 4ാം തവണയും വിജയിച്ച ശേഷം പ്രതിപക്ഷ പാർട്ടികളെ എല്ലാം ഒന്നിപ്പിച്ച് താൻ ന്യൂഡൽഹി പിടിച്ചെടുക്കുമെന്നൊക്കെ മമത പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ബംഗാളിനെ തകർക്കാൻ ശ്രമിക്കുന്നതിലൂടെ രാജ്യത്തുടനീളം ബി.ജെ.പിക്ക് അധികാരം നഷ്ടപ്പെടുമെന്നാണ് മമതയുടെ മുന്നറിയിപ്പ്. ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ അവർ ബുൾഡോസറുകൾ ഉപയോഗിച്ച് എല്ലാവരെയും സംസ്ഥാനത്ത് നിന്ന് പുറത്താക്കുമെന്ന ഭയവും മമത ജനങ്ങൾക്കിടയിൽ പരത്തുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളുടെ പേര് നീക്കം ചെയ്യാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി.ജെ.പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണവും മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം തന്നെ നമ്മൾ കേട്ടുപരിചിതമായിട്ടുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു പുതിയ ആരോപണം ഉന്നയിക്കാൻ മമതയ്ക്കോ തൃണമൂൽ കോൺഗ്രസിനോ കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തു തന്നെയായാലും തിരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുമ്പോൾ വികസനവും നയങ്ങളും ഒക്കെ പ്രസംഗിച്ച് ഭരണത്തിലേറാൻ ശ്രമിക്കാതെ ഇപ്പോൾ ചർച്ച ജനങ്ങളുടെ തീന്മേശയിലെ മീനിലേക്കും മുട്ടയിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് തൃണമൂൽ പാർട്ടിയുടെ ഒരു മികവ് എന്ന് നമുക്ക് പറയാവുന്ന ഒരു കാര്യം. എന്തു തന്നെയായാലും ഈ ഭക്ഷണ രാഷ്ട്രീയം ബംഗാളി ജനത എങ്ങനെ വോട്ടാക്കി മാറ്റുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും മമതയുടെ ഭീതി വ്യാപാരം വിജയം കണ്ടോ ഇല്ലയോ എന്നറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന നാൾ വരെ കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളം.